ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ വരുന്ന ചെറിയ ഈച്ചകൾ, അതുപോലെ കണ്ണീച്ചകളെയൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള കുറച്ച് സിമ്പിൾ ട്രിക്സുമായിട്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് ഒരു ചെറിയ ട്രിക്കാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം എടുക്കുക. അതിലേക്ക് ഒരു അര പാത്രത്തോളം നമ്മൾ വിനാഗിരി ഒഴിക്കുക. അതിലേക്ക് 2-3 തുള്ളി നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ, ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈച്ചകളൊക്കെ അധികമായിട്ട് വരുന്ന സ്ഥലത്ത് അതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈച്ചകൾ ആ ഒരു സ്മെൽ അട്രാക്റ്റ് ആയിട്ട് ആ ഒരു ബൗളിലേക്ക് വന്ന് ചാടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഒരു മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ഈ ഈച്ചകളുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാറുണ്ടല്ലേ. മെയിനായിട്ട് നമ്മുടെ വാഷ് ബേസിനിലും അതുപോലെ ആ ഒരു പൈപ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് വന്നിരിക്കും. അപ്പം ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ട്രിക്കാണ്. നന്നായിട്ട് തിളച്ച വെള്ളം ഈ പൈപ്പിലും സിങ്കിലും ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു ബൗളിൽ ഒരല്പം വിനാഗിരി, അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൈപ്പിന് മുകളിലും അതുപോലെ ഈ സിങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളം വെച്ച് വീണ്ടും അതൊന്ന് കഴുകി കൊടുക്കാം. അതിനുശേഷം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡോ അല്ലെങ്കിൽ വിമ്മോ പോലെയുള്ള എന്തെങ്കിലും സോപ്പ് വെച്ചിട്ട് നമുക്ക് ഈ പൈപ്പും സിങ്കും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം നല്ല രീതിയിൽ ആ ഒരു അഴുക്ക് അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ പോയി ഈച്ചകൾ ഒരുപാട് സിങ്കിന് ചുറ്റും അല്ലെങ്കിൽ പൈപ്പിന് ചുറ്റും പറന്ന് നടക്കുന്നത് നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ തറ എപ്പോഴും ഉണക്കി തന്നെ സൂക്ഷിക്കുക. ഒരുപാട് ഈച്ചകളും അതുപോലെ കണ്ണീച്ചകളും ഒക്കെ നല്ല നനവുള്ള സ്ഥലത്തേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ തറയിൽ വെള്ളം വീണാൽ ഉടനെ തന്നെ തുടച്ച് മാറ്റുക. അതേപോലെ എല്ലാ ദിവസവും ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ കിച്ചൺ സ്ലാബും താഴെ ടൈലൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം തുടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ഈച്ചകളെ ആ ഒരു നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നാരങ്ങയും ഗ്രാമ്പും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ്. ഇത് നാരങ്ങ ഒരെണ്ണം 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ മുറിച്ച ഭാഗത്ത് നമ്മൾ ചെറിയ ഗ്രാമ്പു കുത്തിവെക്കുക. അപ്പോൾ ഈ ഗ്രാമ്പും ഈ നാരങ്ങയുടെയും ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഈച്ചകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അധികമായിട്ട് അതിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് അടുക്കാതിരിക്കാൻ ശ്രമിക്കും. അടുത്തതായിട്ട് നമുക്ക് ഈച്ചേനെ ഒഴിവാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു ചെറിയ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കുക. അതിലേക്ക് കുറച്ച് വിനാഗിരി, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പുൽത്തൈലമാണ്. അതല്ലാതെ യൂക്കാലിപ്സ് തൈലം ആണെങ്കിലും നമുക്ക് ഒരു 2-3 തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുക്കള തിണ്ണകൾ തുടയ്ക്കുന്ന സമയത്തും ജനൽ വാതിൽ എല്ലാം തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു തൈലം സ്പ്രേ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുക്കളയിലെ വേസ്റ്റ് ബിന്ന് ദിവസവും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എടുത്ത് വയ്ക്കുമ്പോൾ അതെപ്പോഴും മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. തറയിലും സ്ലാബിലും ഒക്കെ എന്തെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ വീണ് കഴിഞ്ഞാൽ മാക്സിമം അപ്പം തന്നെ തുടച്ച് കളയുക. കുറച്ച് സമയം ഇരിക്കുമ്പോഴാണ് ആ ഒരു സ്മെല്ലിൽ അട്രാക്റ്റ് ആയിട്ട് ഈച്ചകൾ കൂടുതലും വരുന്നത്. നമ്മളെപ്പോഴും തറ ഉണക്കി സൂക്ഷിക്കുകയും അതുപോലെ ഈ വിനാഗിരിയുടെ ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് തുടയ്ക്കുകയും ഒക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈച്ചകളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.